السلام عليكم ورحمة الله وبركاته. وعليكم السلام. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين، والصلاة والسلام على سيد الأنبياء والمرسلين وآل كل والصحابة أجمعين الفائزين برضا الله. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. إني خلي من الطاعات ذو وجلي مما جنيت من العصيان والخطل. أتيت بابك إذ لم ينجني حيلي، كلي شفيعا إلى الرحمن من زللي، فامنن علي بما لا كان في خلدي. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഏറ്റവും ബഹുമാനമുള്ള ഉസ്താദുമാർ, പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, ഏറെ സ്നേഹനിധികളായ വിദ്യാർത്ഥികൾ, നമ്മുടെ ഇബ്നു അബ്ബാസ് അക്കാഡമിയുടെ വളരെ ജനകീയമായ നമാസ് മാസ്റ്ററി എന്ന തീർത്തും വിപ്ലവകരമായ ഒരു കോഴ്സിന്റെ 4 ബാച്ച് ക്ലാസ്സുകൾ പൂർത്തിയാകാൻ അടുത്തു. അടുത്ത 5 ബാച്ചുകളാണ് ഇപ്പോൾ ഓപ്പൺ ചെയ്യുന്നത്. ഇന്ന് നമ്മളത് അഡ്മിഷൻ എടുത്ത ആളുകൾക്കൊക്കെ ഇന്ന് തുടങ്ങി കൊടുക്കുകയാണ്. അൽഹംദുലില്ലാഹ്, നിസ്കാരം എന്ന് പറയുന്നത് ചർച്ച ചെയ്യേണ്ട ഒരു ദിവസം തന്നെയാണ് നമ്മളുള്ളത്. പരിശുദ്ധമായ മിഅ്റാജ്, ഇസ്രാ മിഅ്റാജ് നടന്ന രാവിലാണ് ഇന്ന് GCCയിലൊക്കെ ഉള്ളത്. ഇന്ന് മിഅ്റാജ് രാവാണ്. പരിശുദ്ധമായ നിസ്കാരത്തിന്റെ ആനിവേഴ്സറിയാണെന്ന്, അതിന്റെ വാർഷികം നടക്കുകയാണ്. അപ്പൊ തീർച്ചയായും നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നിസ്കാരത്തെക്കുറിച്ച് തന്നെ നമ്മൾ സംസാരിക്കേണ്ട ദിവസമാണ്. ഇന്ന് നമ്മൾ പ്രധാനമായി ഉദ്ദേശിക്കുന്നത് നമ്മുടെ നമാസ് മാസ്റ്ററി എന്ന വളരെ സയന്റിഫിക്കായി ഡിസൈൻ ചെയ്ത് വളരെ ഇമ്പാക്റ്റ്ഫുള്ളായി മുന്നോട്ട് പോകുന്ന നമ്മുടെ ഈ കോഴ്സിന്റെ രൂപം, ക്ലാസ് ഒക്കെ എങ്ങനെയാണ് എന്ന് പറയുകയാണ് പ്രധാന ലക്ഷ്യം. നിസ്കാരം എന്ന് പറയുന്നത് അസ്സലാത്തു മിഅ്റാജു ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിന്റെ മിഅ്റാജാണ് നിസ്കാരം. അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നേരിട്ട് കൺകൊണ്ട് കണ്ട ആ ദിവസമാണ്. അത് മിഅ്റാജാണ്, യാതൊരു സംശയവും അതിലില്ല. മിഅ്റാജിന്റെ രാവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുഭവിച്ചതിന്റെ ഒരു അംശം നിസ്കാരത്തിൽ നമ്മൾ അനുഭവിക്കണമെന്നതാണ്. ഇത് എന്താണ് എന്നറിയണം, നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം, നമ്മുടെ കുട്ടികളും മുതിർന്നവരും മനസ്സിലാക്കണം. നമ്മളിപ്പോൾ നമാസ് മാസ്റ്ററി എന്ന് പറയുന്ന ഈ കോഴ്സ് നിലവിൽ 7 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്തതാണ്. ഇപ്പോ നിലവിൽ ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു പ്രധാന പ്രശ്നം, മുതിർന്ന ആളുകൾക്ക് എത്രയും പെട്ടെന്ന് ഈ കോഴ്സ് ആരംഭിക്കണം എന്ന സമ്മർദ്ദത്തിലാണുള്ളത്. അതിൻ്റെ ഡിസൈനിങ്ങിൻ്റെ പണിയിലാണ് ഞങ്ങളുള്ളത്.
കുട്ടികളുടെ ആ ഒരു കോഴ്സ് ഡിസൈൻ അല്ല മുതിർന്നവർക്ക് വേണ്ടത്. സൈക്കോളജിക്കൽ അപ്രോച്ച് വ്യത്യാസമുണ്ട്, ടെക്നിക്സ് വ്യത്യാസമുണ്ട്, സയൻറ്റിഫിക് മെത്തഡോളജിയും കരിക്കുലം ഒക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ അതിൻ്റെ ഡിസൈനിങ്ങിലാണ് ഉള്ളത് നിലവിൽ. അപ്പോൾ തീർച്ചയായും ഇൻഷാ അള്ളാഹ് മുതിർന്നവർക്കുള്ള കോഴ്സും വരാനിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ കുട്ടി സുജൂദ് ചെയ്യുമ്പോൾ അവന് ഒരു ആസ്വാദനം കിട്ടുന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ്, വി ആർ ദി സക്സസ്ഫുൾ പാരന്റ്. നമ്മൾ വിജയിച്ച രക്ഷിതാവാണ്. നിസ്കരിക്കുമ്പം സുജൂദിലെ കുട്ടി അള്ളാഹുവുമായി അടുത്തതിൻ്റെ സുഖം അനുഭവിക്കാൻ ആ കുട്ടിക്ക് കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ വിജയിച്ചു. ഇനിയല്ല, കുട്ടിക്കാലത്തും കൗമാരപ്രായത്തിലും യുവത്വത്തിലും മുതിർന്നപ്പോഴും മരണം വരെ സുജൂദിൻ്റെ മാധുര്യം നമ്മുടെ മകൻ, നമ്മുടെ മകൾ, എത്ര മുതിർന്നാൽ നമ്മുടെ മകനും മകളുമാണ്, അനുഭവിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ പരാജയത്തിൻ്റെ ഒരു കാരണമാണത്. ആ വിഷയം തന്നെ നമ്മളിലുണ്ട്. നിസ്കാരം ആസ്വദിക്കാൻ സാധിക്കണം. ആരെ മുന്നിലാണ് നിൽക്കുന്നത്, എന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഒരു റാഹത്ത് കിട്ടുന്നത്, അതിന് വുദൂ മുതൽ അതിൻ്റെ അവയർനെസ് തുടങ്ങണം. ഇപ്പം നമ്മുടെ കുട്ടികളുടെ ക്ലാസ്സിൽ എങ്ങനെയാണ് എന്നത് ജസ്റ്റ് ഒന്ന് പറയുന്നത്, ഡെമോ ക്ലാസ് ആണ് ഇനാഗുറേഷനോട് അനുബന്ധിച്ച് നമ്മൾ ഉദ്ദേശിച്ചത്. ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത ആളുകൾക്ക് അഡ്മിഷൻ എടുക്കാനുള്ള സൗകര്യം ഉണ്ടാവും. ആക്ച്വലി ഈ ക്ലാസ് തുടങ്ങലോടുകൂടി അഡ്മിഷൻ ക്ലോസ് ചെയ്തു. പക്ഷെ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തു എന്നിട്ട് വരുന്ന ഒരാളെ തീർച്ചയായും നമ്മൾ അക്കോമഡേറ്റ് ചെയ്യും. അപ്പോൾ ഈ ക്ലാസ് കൃത്യമായി കേട്ട് അത് മനസ്സിലാക്കി ഉൾക്കൊണ്ട് ലക്ഷ്യബോധത്തോടു കൂടി ഒരാൾ വന്നാൽ അയാളെ അക്കോമഡേറ്റ് ചെയ്യും ഇൻഷാ അല്ലാഹ്. ഞങ്ങളുടെ അടുത്ത് അതിനുള്ള ട്രെയിനേഴ്സ് ഉണ്ട്. അപ്പോൾ നിലവിൽ ഇപ്പം നമ്മൾ വുദൂ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെത്തേഡ് വെച്ചിട്ട് വുദൂ നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ സയൻറ്റിഫിക് മെത്തഡോളജി അവിടെ യൂസ് ചെയ്യാം. ഷോ, എക്സ്പ്ലെയിൻ, ചെക്ക്. ആദ്യം ഒന്ന് കാണിച്ചു കൊടുക്കുന്നു, പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു, പിന്നെ അവർ ചെയ്യുമ്പോൾ ചെക്ക് ചെയ്യുന്നു. ഈ ഒരു മെത്തഡോളജി നമ്മളവിടെ യൂസ് ചെയ്യാം. അപ്പോൾ മുഖം കഴുകുന്നതിന് ഫേസ് മാപ്പിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നോളജി യൂസ് ചെയ്യുന്നു. എല്ലാത്തിലും നമ്മൾ സയൻറ്റിഫിക് ടെക്നിക്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ടൈമിംഗ് ഗെയിം കളിപ്പിക്കും കുട്ടികളെ കൊണ്ട്. ടൈമിംഗ് ഗെയിം, മിറർ ഒബ്സർവേഷൻ ഉണ്ട്, പിന്നെ ട്രാക്കിംഗ് ഷീറ്റ് വെച്ചിട്ട് കറക്റ്റ് പെർഫെക്റ്റ് വുദൂ ആണ് കുട്ടികളെ നമ്മൾ പരിശീലിപ്പിക്കുക. ഫർള് മാത്രം എടുത്ത് പിന്നെ നിസ്കാരം ശരിയാവാൻ അനിവാര്യമായത് മാത്രം ചെയ്യിപ്പിക്കുന്ന ശീലമല്ല. പെർഫെക്റ്റ് അബ്ലൂഷൻ ട്രെയിനിങ് ആണ്. അത് ആദ്യം തൊട്ട് അവസാനം വരെ അതിൻ്റെ ഓർഡർ എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ വരുന്നത്, ഇതെല്ലാം കുട്ടികൾക്ക് ഒരു പ്രാക്ടിക്കൽ നോളജാണ് കൊടുക്കുന്നത്. ഇതെല്ലാം പഠിച്ചിട്ടില്ലെങ്കിലും ഇതിൻ്റെ വലിയൊരു ഭാഗം മദ്രസയിലൂടെ കുട്ടികൾ പഠിക്കുകയോ പഠിച്ചു കഴിഞ്ഞവരോ പഠിക്കാൻ പോകുന്നവരോ ഒക്കെ ആയിരിക്കും. പക്ഷേ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നോളജിലല്ല, പ്രാക്ടീസിലാണ്. പ്രാക്ടീസ് ബേസ് ചെയ്തിട്ടാണ്. ഞങ്ങളടുത്തുള്ള പിന്നെ ടീച്ചേഴ്സ് അതിന് കേപ്പബിൾ ആണ്. അവർക്ക് കറക്റ്റ് ട്രെയിനിങ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. ഇപ്പം നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ പാരൻസിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടുന്ന വാക്കുകൾ തന്നെ ഞങ്ങളുടെ ഹൃദയം നിറക്കുന്നതാണ്. അപ്പം ഇപ്പം നിസ്കാരത്തിലേക്ക് വന്നാൽ ഇപ്പം കൈകെട്ടുന്ന വിഷയം, എങ്ങനെയാണ് കൈകെട്ടേണ്ടത്? തക്ബീറത്തുൽ ഇഹ്റാം. സാധാരണ ഒരാൾ അല്ലാഹു അക്ബർ എന്നിട്ട് കൈ ഇങ്ങനെ കെട്ടും, വളരെ കാഷ്വലായിട്ട് ചെയ്യുന്ന അല്ലാഹു അക്ബർ. അത് അറിവുള്ളവർ പോലും അങ്ങനെ ഒരു പിന്നെ സ്വാഭാവികമായ ഒരു അവസ്ഥയിൽ അങ്ങ് കൈകെട്ടി നിസ്കരിക്കുന്ന ഒരു സംവിധാനം. പക്ഷെ അതിലൊക്കെ ആ നിസ്കാരത്തിന്റെ റൂഹ് നമുക്ക് നഷ്ടപ്പെടും. എന്നാൽ എങ്ങനെയാണ് അവിടെ കൈകെട്ടുന്നത്? നിങ്ങളൊന്ന് ജസ്റ്റ് എൻ്റെ വീഡിയോ ഒന്ന് നോക്കണം. ഇപ്പൊ ഞാൻ സാധാരണ ഒരാൾ ചെയ്യുന്നത്
ഒരു ഒരു പിന്നെ കൈകെട്ടുന്ന ആ പോസ്റ്റർ കാണിക്കുക, അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാ. അത് എന്ന് പറഞ്ഞാൽ വെരി നോർമൽ, ഏറ്റവും ബിലോ ആവറേജിൽ നിൽക്കുന്ന ഒരു സാധാരണ നമസ്കാരവും ഹൃദയത്തിന്, ആത്മാവിന്, ജീവിതത്തിന്, സ്വഭാവത്തിന്, ഈവൻ നമ്മുടെ സംസാരത്തിന്, നമ്മുടെ ചിരിക്ക് ഒന്നും ഒരു സ്വാധീനവും വരുത്താൻ കഴിയില്ലാത്തൊരു നമസ്കാരമാണ്. അതേ സമയത്ത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാൻ എങ്ങനെയാണ് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടേണ്ടത്, എന്താണ് അല്ലാഹു അക്ബർ, നമ്മൾ വിവരിച്ചു കൊടുക്കും എന്താണ് അല്ലാഹു അക്ബർ. അപ്പൊ കുട്ടി എന്താണ് അല്ലാഹു അക്ബർ എന്ന് കുട്ടിക്ക് നമ്മൾ പറഞ്ഞു. ആ അല്ലാഹു അക്ബർ അറിഞ്ഞൊരു കുട്ടി എങ്ങനെയാണ് ചെയ്യുക? അല്ലാഹു അക്ബർ, ഇതാണ് അതിന്റെ ശരിയായ രൂപം. ഫോർ എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്കിന്ന് 40 പീരീഡുകളിൽ നീണ്ടു നിവർന്ന് കിടക്കുന്ന ക്ലാസ് ഈ ഒരു ഡെമോ ക്ലാസ്സിൽ കാണിക്കാൻ കഴിയില്ല. ഫോർ എക്സാമ്പിൾ കാണിക്കുന്നേ ഉള്ളൂ. അല്ലാഹു അക്ബർ. അപ്പൊ എങ്ങനെയാണ് അല്ലാഹ് പറയേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കും. അല്ലാ എന്നല്ല എന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ള മഖാരിജും സിഫാത്തും ഖിറാഅത്ത് നന്നായി ഓതാനൊക്കെ കഴിയുന്ന ട്രെയിനേഴ്സ് മാത്രമേ ഞങ്ങളുടെ കൂടെ ഉള്ളൂ. ഖിറാഅത്തിനും ഈ ട്രെയിനേഴ്സ് തന്നെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അതിന് capable ആണ്, അതിന്റെ ട്രെയിനിങ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇവരൊക്കെ ഞങ്ങളുടെ ഇബ്നു അബ്ബാസ് അക്കാഡമിയിൽ പഠിച്ച ഞങ്ങളുടെ സ്റ്റുഡൻസ് ആട്ടോ. 4-5 കൊല്ലമായി പഠിച്ചാൽ ഫസീഹ ബിരുദം നേടിയവരും അതുപോലെ ഖിറാഅത്തും തിലാവത്തും ഒക്കെ പഠിച്ച് ഹിഫ്ള് അടക്കം ചെയ്യുന്ന ആളുകളൊക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പൊ ഇവര് ശരിക്കും എന്താ അല്ലാഹ്, അങ്ങനെയാണല്ലോ ഖുർആൻ പറഞ്ഞത്, ഇദാ ദുഖിറല്ലാഹു വജിലത് ഖുലൂബുഹും. മുഅ്മിനീങ്ങളുടെ അടയാളം അല്ലാഹ് എന്ന് പറയുന്ന കേട്ടാൽ തന്നെ വജിലത് ഖുലൂബുഹും, അവരുടെ ഹൃദയം പെടക്കുമെന്നാണ്. അവരുടെ ഹൃദയം പെടക്കുമെന്നാണ്, അവരുടെ ഹൃദയം ഇങ്ങനെ കോൾമയിർ കൊള്ളുമെന്നാണ്, കുളിരു കോരുമെന്നാണ്, ഇങ്ങനെ വിറങ്ങലിക്കുമെന്നാണ്. അല്ലാ, അതിനൊരു ഒരു എന്താ ഒരു മാസ്മരികതയുണ്ട്, ഒരു മാസ്മരികത. അല്ലാഹു അക്ബർ എന്ന് പറയുന്നത്, ഈ അല്ലാഹു അക്ബർ ആവർത്തിച്ചു വരികയാണ് നിസ്കാരത്തിൽ. എന്തിനാണ് ഈ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് ആവർത്തിക്കുന്നത്? ഈ ഒരൊറ്റ ലക്ഷ്യമാണ്. ഹൃദയം ഇങ്ങനെ ഫോക്കസ്ഡ് ആവണം, വിറകൊള്ളണം, അള്ളാഹുവിൽ ലയിച്ചു ചേരണം, അലിഞ്ഞു ചേരണം. അള്ളാഹ് എന്ന ചിന്തയിൽ, അതാണ് അതിന്റെ റൂഹ്, നിസ്കാരത്തിന്റെ റൂഹ് അള്ളാഹ് എന്ന ചിന്തയാണ്. ആ ചിന്തയിൽ അലിഞ്ഞിങ്ങനെ സലാം വീണ്. ഇതൊരു പരിശ്രമമാണ്. ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ ദറജയിലേക്ക് നമ്മൾ എത്തിക്കൊള്ളണമെന്നില്ല. അനുബാബന്റെ കാലിന് സുഖമില്ലാതായി. അപ്പം ഡോക്ടർ പറഞ്ഞു, മുട്ടുംകാലിന്റെ താഴെ പഴുപ്പ് വന്നപ്പം വൈദ്യര് വന്നിട്ട് പറഞ്ഞു, കാല് മുറിക്ക, അല്ലാതെ വേറെ നിർവാഹമില്ല, അല്ലെങ്കിൽ പഴുപ്പ് മുകളിലേക്ക് കയറി ആകെ പണിയാവും. മുട്ടുംകാല് മുറിക്കണം, അള്ളാഹു തന്ന കാലം അള്ളാഹു എടുക്കുന്നു, അത്രയേ ഉള്ളൂ, മൂപ്പർക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, കുറച്ച് കള്ളു കുടിക്കണം, അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കണം, എന്നാലേ എന്താവുള്ളൂ, കാല് മുറിക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ വേദന എടുത്ത് പൊളയും. വേദന അറിയാതിരിക്കണമെങ്കിൽ കുറച്ച് ലഹരി ഉപയോഗിക്കണം. ലഹരി ഉപയോഗിച്ചിട്ടുള്ള കാല് മുറിക്കലും ചികിത്സ എനിക്ക് വേണ്ട. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ നിസ്കരിക്കാം, നിങ്ങൾ ആ സമയത്ത് കാല് മുറിച്ചോളൂ. അങ്ങനെ ഒരു പീഠത്തിന്റെ മുകളിൽ കയറിയിരുന്ന് നിസ്കരിക്കാൻ തുടങ്ങി. കാല് മുറിച്ചു, രക്തം ചീറ്റി ഒഴുകുമ്പോഴും മൂപ്പരറിയുന്നില്ല. അവസാനം ശരീരത്തിന് രക്തനഷ്ടം കൊണ്ടുണ്ടായ ക്ഷീണം കൊണ്ട്, ആഘാതം കൊണ്ടത് മറിഞ്ഞു കെട്ടി താഴെ വീണു. അപ്പോഴും കൈകെട്ടിയ നിലയിലുള്ളത്. അതാണ് സോൾഫുൾ പ്രയർ എന്ന് പറയുന്നത്, റൂഹുള്ള നിസ്കാരം. അത് ആസ്വദിച്ചിട്ടല്ലാത്ത ഈ ദുനിയാവിൽ നിന്ന് നമ്മൾ തിരിച്ചു പോകരുത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ കുട്ടികൾക്ക് മാത്രമല്ല, നമുക്കും നമ്മളാണ് വളരെ ശ്രദ്ധിക്കേണ്ടത്, പാരൻസ്. കാരണം നമ്മുടെ പ്രായം അധികരിച്ചു വന്നില്ലേ, പിഞ്ചു കിടാങ്ങളെ മാതിരിയല്ലല്ലോ. ഇനി എത്ര കാലം സ്വബോധത്തിൽ ഉണ്ടാകും, ഇനി എത്ര ആയുസ് ഉണ്ടാകും എന്നൊന്നും പിടുത്തമില്ലാത്ത ആളുകളാണ് നമ്മൾ. നമ്മുടെ ബലഹീനരാണ്, ദുർബലരാണ്. തീർച്ചയായും ചിന്തിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യേണ്ടവരാണ്. ഇൻഷാ അല്ലാഹ് വളരെ
താമസം വിനാ തന്നെ അഡൽട്ട് നമാസ് മാസ്റ്ററി നമ്മൾ പ്ലാൻ ചെയ്ത് ഔട്ട് ചെയ്യുന്നുണ്ട് ഇൻഷാ അള്ളാ. നിർബന്ധമാണ്, ഞങ്ങളുടെ അടുത്ത് അതിന്റെ സമ്മർദ്ദത്തിലാണുള്ളത്. കുട്ടികളെ ജോയിൻ ചെയ്യിപ്പിച്ചവരൊക്കെ പാരന്റ്സ് ജോയിൻ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അത് ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ആളുകളുണ്ട്, UAE നിന്നുണ്ട്, സൗദിയിൽ നിന്നുണ്ട്, ഒമാൻ, ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, അതുപോലെ തന്നെ ചെക്ക് റിപ്പബ്ലിക്, ചൈന, UK, ജർമ്മനി, അങ്ങനെ കാനഡ, അങ്ങനെ തുടങ്ങി ഏതാണ്ട് കുറേ രാജ്യങ്ങളിൽ നിന്നുള്ള സ്റ്റുഡൻസും പാരന്റ്സും ഒക്കെയാണ് ഇപ്പൊ നമ്മുടെ ഭാഗമായിട്ടുള്ളത്. എനിവേ, അപ്പൊ നമ്മൾ ഈ അല്ലാഹു അക്ബറിന്റെ സോൾ, അതിന്റെ ആത്മാവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇങ്ങനെയാണ് ഇമ്പാക്റ്റ് ഉണ്ടാക്കേണ്ടത്. അപ്പം കുട്ടികളിൽ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇപ്പം ഈ ഇരിക്കുന്ന എൻ്റെ ശബ്ദം കേൾക്കുന്ന ഓരോ പാരന്റും ചിന്തിക്കുന്നത്, എൻ്റെ മോന്റെ നിസ്കാരത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്താണ് ചിന്തിക്കുന്നത്? സ്പീഡിലെ ഒരു പോയിട്ട് ഇങ്ങനെ ഇതിൽ അങ്ങനെ സ്പീഡിൽ പോകുന്ന പോസ്റ്റേഴ്സിൽ ഒരു അനക്കം, അടക്കം, ഒരു ഒതുക്കം, ഒരു 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 ഭാവുകത്വം ഒന്നുമില്ല. സ്പീഡിൽ ഇങ്ങനെ ഒരു യന്ത്രം ചലിക്കുന്നത് പോലെ പോയി വരുന്ന രൂപം, അത് ഒഴിവാക്കണം. അപ്പൊ ബോഡി മെക്കാനിക്സ്, എങ്ങനെ റുക്കുവിലേക്ക് പോകണം, ആ ഒരു സ്റ്റെപ്പ് യൂസ് ചെയ്താൽ സ്പീഡിൽ പോകാൻ കഴിയില്ല, ഒരു മീഡിയം സ്പീഡിലേ പോകാൻ പറ്റുള്ളൂ. എങ്ങനെയെങ്കിലും സുജൂദ് ചെയ്യുമ്പോഴാണ് ഈ സ്പീഡിൽ പോകാൻ കഴിയുന്നത്. ഇപ്പൊ നമ്മൾ അവിടെ എങ്ങനെ സുജൂദ് പോകണം? കൈ കെട്ടിയ ആൾ എങ്ങനെ സുജൂദ് പോകണം? അല്ലാഹു അക്ബർ, കയ്യും തലയും ഒരുമിച്ച് താഴേക്ക് ഇങ്ങനെ പോയി ഭവ്യതയോടെ റബ്ബിന്റെ മുന്നിൽ ഞാൻ കുനിഞ്ഞിട്ട്, റബ്ബേ നിന്റെ മുന്നിലാണ് ഞാൻ കുനിഞ്ഞത്, ഒരൊറ്റ സൃഷ്ടിയുടെ മുന്നിലും ഞാൻ ഇതുപോലെ കുനിഞ്ഞ് നിൽക്കാറില്ല, നിൽക്കുകയുമില്ല, എനിക്കതിന് സൗകര്യമില്ല. നിന്റെ മുന്നിൽ ഞാനിതാ എല്ലാം മറന്ന് കുനിയുകയാണ്. എന്നിട്ട് അവിടുന്ന് എഴുത്തുതാലിലേക്ക് എന്റെ രൂപം പഠിപ്പിച്ചു കൊടുക്കും. എങ്ങനെയാണ് കൈ വെക്കേണ്ടത്, എങ്ങനെയാണ് ഉയരേണ്ടത്, എങ്ങനെയാണ് അതിന്റെ പിന്നെ കൈ കൊണ്ടുപോയിട്ട് എങ്ങനെ വെക്കേണ്ടത്, അതിന്റെ രൂപം എങ്ങനെയാണ്. എന്നിട്ട് സുജൂദിലേക്ക് പോവാണ്. സുജൂദിലേക്ക് പോകുമ്പോഴേക്കും ഈ ദുനിയാവ് മൊത്തം മനസ്സിൽ നിന്ന് പോകണം, അതിലേക്കാണ് വരേണ്ടത്. കുട്ടികളാകുമ്പോൾ അങ്ങനെ ഡീപ്പായിട്ട് നമുക്ക് പോകാൻ പറ്റില്ല. അഡൽട്ടിനെ നമ്മൾ ആ രൂപത്തിലാണ് കൊണ്ടുപോവുക. അപ്പം ഇങ്ങനെ ഓരോ പോസ്റ്റേഴ്സ്, ഓരോ ദിക്റുകൾ, അതിൽ ഈ ഒരു പിന്നെ പൊസിഷൻ കീപ്പ് ചെയ്യാനും പൊസഷൻ കീപ്പ് ചെയ്യാനും, അതുപോലെ തന്നെ ഈ കാറ്റലൈസേഷൻ, അതിന്റെ ഒരു ഒരു പിന്നെ ഒരു അതിന്റെ ഒരു പാകത കീപ്പ് ചെയ്യാൻ, ഒരു പിന്നെ മീഡിയം ലെവൽ ഉണ്ടല്ലോ, അത് കീപ്പ് ചെയ്യാനൊക്കെ 1 സ്ലോ 3 ഫാസ്റ്റ് റൂൾ എന്ന് പറയുന്ന റൂള് നമ്മൾ പഠിപ്പിക്കും. അത് സയന്റിഫിക് ടെക്നിക്കാണ്. അതിൽ ഹാൻഡ് പൊസിഷൻസ് വരും. അതുപോലെ തന്നെ ഇമോഷണൽ മീനിങ് ആണ് ഓരോന്നിനും കൊടുക്കുക. സുജൂദ് എന്നതിന്റെ ഒരു ഇമോഷണൽ മീനിങ് പറഞ്ഞു കൊടുക്കും. റുക്കു എന്നതിന് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ റുക്കുവിന്റെ ഒരു ഇമോഷണൽ മീനിങ് പഠിപ്പിച്ചു കൊടുക്കും. പിന്നെ ദിക്റുകള്, ഫാത്തിഹ നിർബന്ധമായും പഠിപ്പിക്കും. ഷോർട്ട് സൂറ പഠിപ്പിക്കും. ചെറിയ ചെറിയ സൂറത്ത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, സപ്ലിക്കേഷൻസ്, സ്കാരത്തിലൂടെ നീളമുള്ള അധികാറുകൾ, അതിന്റെ റിതം കറക്റ്റ് ചെയ്യാൻ. റബ്ബി ഫിർലി വർഹംനി വജ്ബുർനി വഅഫ്നി, അങ്ങനെ റബ്ബി ഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. ഈ 7 പ്രാർത്ഥനകളിൽ ലോകത്ത് ഒരാൾക്ക് ആവശ്യമുള്ള എല്ലാം ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പ്രാർത്ഥന. എന്താ അതിന്റെ പ്രാർത്ഥനയുടെ പ്രത്യേകത? 2 സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തമാണത്. 2 സുജൂദിന്റെ ഇടയിലാണത്. സുജൂദ് എന്ന് പറഞ്ഞാൽ റബ്ബിനോട് അടുക്കുന്ന നേരാണ്. റബ്ബിനോട് അടുത്ത് തിരിച്ചു വന്നു ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നു, അടുത്ത് ചെയ്യാൻ പോകുന്ന റബ്ബിനോടുള്ള പ്രാർത്ഥന സുജൂദാണ്. അതിന്റെ ഇടയിലാണ് നമ്മൾ ഇത് ദുആ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ നിസ്കാരത്തിന് പിന്നെ ഫോക്കസ് കിട്ടാൻ പ്രധാനമായും വേണ്ട ബ്രെത്ത് മാനേജ്മെന്റ് ആണ്. ആ ബ്രെത്ത് മാനേജ്മെന്റ് എങ്ങനെയാണ്, ഇൻടേക്ക് എങ്ങനെയാണ്, ഇൻഹെയിലിംഗ് എങ്ങനെയാണ്, പിന്നെ എക്സെയിലിംഗ് എങ്ങനെയാണ്, അത് കോൺസെൻട്രേഷൻ ട്രെയിനിങ്. കോൺസെൻട്രേഷൻ ട്രെയിനിങ് എന്ന 4 സ്ക്വയർ ഫോക്കസ് മാപ്പിംഗ് എന്ന് പറയുന്ന ടെക്നിക്ക് യൂസ് ചെയ്യും. കോൺസെൻട്രേഷൻ ആണല്ലോ നിസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഖുശൂ എന്ന് അറബിയിൽ പറയും, ഫോക്കസ്. അപ്പൊ അതിന് 4 സ്ക്വയർ ഫോക്കസ് മാപ്പിംഗ് എന്ന് പറയുന്ന സാധനം നമ്മൾ കറക്റ്റ് എന്താണത്, 4 ഭാഗത്ത് നിന്നും സ്ക്രൂ ഇട്ട് മുറുക്കുകയാണ്.
4 ഭാഗത്തുനിന്ന് സ്ക്രൂ ഇട്ട് മുറുക്കിയിട്ട് കറക്റ്റ് ട്രാക്കിലേക്ക് ഫോക്കസ് കിട്ടുന്ന രൂപമാണത്. അങ്ങനെ പിന്നെ പിന്നെ കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൽ അടങ്ങി നിൽക്കാൻ കഴിയാത്തൊരു അവസ്ഥ ഉണ്ടാവും. അടങ്ങി ഇങ്ങനെ നിൽക്കാൻ കഴിയില്ല. അപ്പോ 40 സെക്കൻഡ് സ്റ്റിൽനെസ് ചലഞ്ച്, അടങ്ങി ഫ്രീസ് ചെയ്ത് നിൽക്കുന്ന പിന്നെ ട്രെയിനിങ്ങുകൾ കൊടുക്കും, ഐ ഫോക്കസ് ട്രെയിനിങ്. ഇനി ഇതൊക്കെ കൊടുത്താലും കൊടുത്തിട്ടില്ലെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ടത് വാട്സപ്പ് ഫോളോ അപ്പ് ആക്ടിവിറ്റീസ് ആണ്. ഒരു ക്ലാസ് കഴിഞ്ഞാൽ അന്ന് എന്താണ് നടന്നത് എന്നത് 1 മിനിറ്റ് വീഡിയോ ട്രെയിനറുടെ റീക്യാപ്പ് വീഡിയോ ഗ്രൂപ്പിൽ വരും. ആ വീഡിയോ കണ്ടാൽ പാരൻസിന് അറിയാം ഇന്ന് എന്ത് നടന്നു. പിന്നെ ചോദിക്കും പറയാനൊന്നും വേണ്ട, അതിൽ മനസ്സിലാക്കുക ഇന്ന് എന്താണ് പഠിപ്പിച്ചത്. 1 മിനിറ്റ് സയന്റിഫിക്കലി ഡിസൈൻ ചെയ്ത റീക്യാപ്പ് വീഡിയോ ആണ് വരിക. പിന്നെ ഹോംവർക്ക്, ഹോം ആക്ടിവിറ്റീസ്, അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം. ഹോം ആക്ടിവിറ്റീസ് ഇൻസ്ട്രക്ഷൻസ് വരും. അത് പല രൂപത്തിലാണ്, ഒരേ ആക്ടിവിറ്റീസ് വരില്ല. പിന്നെ ദിക്റുകളൊക്കെ ചൊല്ലുന്നതിന്റെ ഓഡിയോ സാമ്പിൾ അതും ട്രെയിനർ വാട്സപ്പിലൂടെ പ്രൊവൈഡ് ചെയ്യും. അത് കേട്ട് പഠിച്ച അതേ റിതം സൂക്ഷിച്ചിട്ടാണ് കുട്ടികൾ വായിക്കേണ്ടതും ചൊല്ലേണ്ടതും ഓതേണ്ടതും. അങ്ങനെ എന്തിനേറെ പറയണം, അവസാനം എൻഡ് ഓഫ് ദി ഡേ മോട്ടിവേഷൻ കോട്ടോട് കൂടിയാണ് അന്നത്തെ രാത്രി അവസാനിക്കുന്നത്. പിന്നെ നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ ഹാബിച്വൽ ലേണിംഗ്. അത് വളരെ പ്രധാനമാണല്ലോ. ഹാബിച്വൽ ലേണിങ്ങിന് വേണ്ട എല്ലാ സംഗതികളും നമ്മൾ ചെയ്യും. അഥവാ കുട്ടികളുടെ ഹാബിറ്റായി മാറണം നിസ്കാരം കുട്ടികളുടെ ഹാബിറ്റ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് കാര്യം. അതിനെന്താ നമ്മൾ ചെയ്യുന്നത്? ഈ കോഴ്സിന്റെ ഡ്യൂറേഷനിലെ ഹാബിറ്റ് ബിൽഡിംഗ് സ്ട്രക്ചർ ഉണ്ട്, സയന്റിഫിക് സ്ട്രക്ചറാണ്. അത് നമ്മൾ യൂസ് ചെയ്യും. ക്യൂ റൂട്ടീൻ റിവാർഡ് എന്ന് പറയുന്ന സ്ട്രക്ചർ. അത് യൂസ് ചെയ്തിട്ടാണ് ഇവരുടെ ഹാബിറ്റ് ബിൽഡ് ചെയ്യുക. ഈ പിന്നെ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഒരു കുട്ടി ഉറങ്ങി എഴുന്നേറ്റ ഉടനെ നേരെ, ഇപ്പൊ നമ്മളൊക്കെ ഉറങ്ങി എഴുന്നേറ്റ ഉടനെ നേരെ ബ്രഷ് എടുക്കുന്നു. അതൊരു ഹാബിറ്റാണ്. ബ്രഷ് ഒന്നും എടുത്തിട്ടില്ലെങ്കിൽ എന്തോ ഒരു മിസ്സിങ് നമുക്ക് ഫീൽ ചെയ്യും. ആ രൂപത്തിലേക്ക് നിസ്കാരം ഫീൽ ആവണം. എന്തോ ഒരു മിസ്സിങ് ഉണ്ടല്ലോ ഫീൽ ചെയ്യുന്നത് എന്ന രൂപത്തിൽ നിസ്കാരം ഫീൽ ആവണം. അതാണ് ഹാബിറ്റ് ബിൽഡ് ചെയ്താലുള്ള ഗുണം. അതിനുള്ള മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യും. എന്ന് മാത്രമല്ല, ഏറ്റവും പ്രധാനമായി ഇപ്പം 4 ബാച്ചുകളാണ് ഇപ്പം ഓൺ ഗോയിങ്. ഈ 4 ബാച്ചുകൾക്കും ഗ്രൂപ്പുകളുണ്ട്. ആ ഗ്രൂപ്പ് നമ്മൾ ഡിസോൾവ് ചെയ്യുന്നില്ല, അത് വൈൻഡപ്പ് ചെയ്ത് ക്ലോസ് ചെയ്തിട്ട് വിടുന്നില്ല. ആ ബാച്ചിന്റെ കാർമ്മികത്വം ആ ട്രെയിനർക്കാകുന്ന കാലത്തോളം തുടരും. ആ ട്രെയിനർ അതിൽ ഇടപെട്ടുകൊണ്ടേയിരിക്കും. ക്ലാസ് കഴിഞ്ഞാൽ അത് ഹാബിറ്റ് ബിൽഡിംഗ് സ്ട്രക്ചറിന്റെ ഭാഗമായിട്ട് അതിങ്ങനെ തുടങ്ങും. ആ ഗ്രൂപ്പിലൂടെ ആ കുട്ടികളുടെ പ്രോഗ്രസ്, നമാസുമായി ബന്ധപ്പെട്ട പ്രോഗ്രസ്സിൽ ഞങ്ങളൊരു പങ്കാളിത്തം വഹിക്കും. അത് നിങ്ങൾക്ക് ഈ കോഴ്സ് നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ ഞങ്ങൾ നൽകുന്ന വാഗ്ദാനമൊന്നുമല്ല, പക്ഷെ ഞങ്ങളുടെ ഒരു ഉത്തരവാദിത്തമാണ്. കോഴ്സ് കഴിഞ്ഞ് കുട്ടികളെ പിരിച്ചുവിടാൻ ഉദ്ദേശിക്കുന്നില്ല. അതിങ്ങനെ ഒന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ കുട്ടികൾക്ക് ക്യൂ കൊടുക്കും, റൊട്ടീൻ കൊടുക്കും, റിവാർഡ് കൊടുക്കും. ആ രൂപത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകും, സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ പോകും. അപ്പൊ ഒരു ട്രെയിനർക്ക് തന്നെ ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ടാവും. ആ ഗ്രൂപ്പുകളൊക്കെ അവർ മാനേജ് ചെയ്യും. ഇൻഷാ അല്ലാഹ്. ഞങ്ങളുടെ ട്രെയിനേഴ്സ്, ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ട്രെയിനേഴ്സ് എന്ന് പറഞ്ഞാൽ ദുനിയാവിനപ്പുറത്ത് ആഖിറ മുന്നിൽ കാണുന്നവരാണ്. തീർച്ചയായും അല്ലാഹു അവരെ ഉയരങ്ങളിൽ എത്തിക്കട്ടെ. അങ്ങനെ ഒരു ടീം വർക്കിലൂടെയാണ് ഞങ്ങൾ. ടീച്ചർ ഉണ്ടാവും, ട്രെയിനർ ക്ലാസ്സിലുണ്ടെങ്കിലും ഒരു മെന്റർ ക്ലാസ്സിൽ ജോയിൻ ചെയ്യും. ട്രെയിനർക്ക് മുകളിൽ മെന്റേഴ്സ് ഉണ്ടാവും. 4 or 5 ട്രെയിനർക്ക് ഒരു മെന്റർ ആയിരിക്കും. ആ മെന്റർ എല്ലാ ക്ലാസ്സിലും കയറി പരിശോധിക്കും. കുട്ടികളുടെ പെർഫോമൻസ്, കുട്ടികളുടെ ആക്ടിവിറ്റീസ്, ടീച്ചർ പെർഫോമൻസ്, ടീച്ചർ റിപ്പോർട്ടിംഗ് എല്ലാം മെന്റേഴ്സ് ആണ്. ട്രെയിനറും ലേഡിയാണ്, മെന്ററും ലേഡിയാണ്. മെന്റേഴ്സ് ട്രെയിനേഴ്സിന്റെ മുകളിലാണ്. ആ മെന്റേഴ്സിന്റെ മുകളിലാണ് ഞങ്ങൾ ഡയറക്ടേഴ്സ്, ഇൻസ്പെക്ടർ ആയിട്ടുള്ളത്. അപ്പൊ ഞങ്ങൾ ഇൻസ്പെക്ട് ചെയ്യും. ക്ലാസ്സിൽ ഞങ്ങൾ കുട്ടികളുടെ നിസ്കാരം ഒന്ന് ഇൻസ്പെക്ട് ചെയ്യും, ചെക്ക് ചെയ്യും.
അപ്പോൾ കുട്ടികളുടെ പെർഫോമൻസ് ബേസിൽ ഞങ്ങൾ റേറ്റിംഗ് ഇടും. റേറ്റിംഗ് ട്രെയിനേഴ്സിന്റെ ഗ്രൂപ്പിലേക്ക് ഇടും. ഞങ്ങളുടെ ട്രെയിനർ ഫാത്തിമ എന്ന് പറയുന്ന ട്രെയിനറുടെ ബാച്ചിന് ഇത്ര ട്രെയിനിങ്, ഇത്ര റേറ്റിംഗ് ഞങ്ങൾ കൊടുക്കും. ആ ഇൻസ്പെക്ഷനും ചെക്കിങ്ങും എല്ലാം പരിഗണിച്ചിട്ടാണ് സർട്ടിഫിക്കേഷൻ എല്ലാവർക്കും ഒറ്റ സർട്ടിഫിക്കറ്റ് അല്ല, എല്ലാ കുട്ടിക്കും ഒരേ സർട്ടിഫിക്കറ്റ് അല്ല. കുട്ടിയുടെ പെർഫോമൻസ്, അവയർനെസ്, നമാസുമായി ബന്ധപ്പെട്ട ആ കുട്ടിയുടെ ഒരു ഒഴുക്ക്, ഹാബിച്വൽ ലേണിങ്, ഹാബിറ്റ് ബിൽഡിങ് എത്രമാത്രം ആയിട്ടുണ്ട്, ഇതൊക്കെ പരിഗണിച്ചിട്ട് കറക്റ്റ് ഇവാലുവേറ്റ് ചെയ്തിട്ട് എക്സലന്റ് ആണെങ്കിൽ എക്സലന്റ് എന്ന് തന്നെ സർട്ടിഫൈ ചെയ്ത് കൊടുക്കും. ഗുഡ് ആണെങ്കിൽ ഗുഡ്, താഴേക്ക് പോകുന്നുണ്ടെങ്കിൽ ആ രൂപത്തിൽ സർട്ടിഫൈ ചെയ്യും. അതിന് വേണ്ടത് പറഞ്ഞാൽ 100% അറ്റൻഡൻസ്, 100% ലൈവ് ക്ലാസ് അറ്റൻഡൻസ്, ആക്ടിവിറ്റി അറ്റൻഡൻസ്. പാരന്റ്സിന്റെ ഒരു പുഷ്, ഒരു പുൾ, മോട്ടിവേഷൻ. ശകാരിക്കലല്ല, ഞങ്ങൾ ട്രെയിനേഴ്സ് ഒന്നും പറയില്ല കുട്ടികളെ, പാരന്റ്സ് പറയുന്നത് ശകാരിച്ചിട്ട് കാര്യമല്ല. സൈക്കോളജിക്കൽ അപ്രോച്ചോടുകൂടെ അവരെ കൂട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ച് ഒരു ദിവസം പെർഫോം ചെയ്താൽ ഒരു മുത്തം കൊടുത്തേ പറ്റുള്ളൂ. ഷാദ് ഇബ്നു അബ്ബാസ് അക്കാഡമിയുടെ കീഴിൽ പാരന്റ്സ് ട്രെയിനിങ്ങും ഇസ്ലാമിക് സൈക്കോളജിക് പാരന്റ്സ് ബ്ലെൻഡ് ചെയ്തിട്ട് ട്രെയിനിങ് ഞങ്ങൾ വെക്കുന്നുണ്ട്. ഫ്രീ ട്രെയിനിങ് ഉണ്ടാവും. ഓൾറെഡി പഠിച്ച കുട്ടികളുടെ പാരന്റ്സിന് ഫ്രീ ട്രെയിനിങ്ങും ഞങ്ങൾ ഓഫർ ചെയ്യുന്നുണ്ട്. ഫ്രീ കോഴ്സസും റമദാനിന് മുന്നായിട്ട് വരുന്നുണ്ട്. അതിലൊക്കെ പാരന്റ്സിനൊക്കെ അപ്ലൈ ചെയ്യാം ഇൻഷാ അല്ലാഹ്. അതൊക്കെ പിന്നീട് പറയേണ്ട സമയമില്ല. അപ്പൊ തീർച്ചയായും പാരന്റ്സിന്റെ ഭാഗത്ത് നിന്നൊരു മോട്ടിവേഷൻ, ഇൻസ്പിറേഷൻ, ഇൻവോൾവ്മെന്റ്. കോഴ്സിൽ ഞങ്ങൾ ചേർത്തുള്ളൂ, ഇനിയിപ്പം എന്താണെങ്കിലും ആക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ടീം വർക്കായിട്ട് നമ്മൾ നിന്നാലേ നമ്മുടെ കുട്ടിയാണ്. നമ്മൾ ഖബറിൽ കിടക്കുമ്പോൾ അതിന്റെ കരയിൽ വന്നിരുന്ന് കരഞ്ഞു കണ്ണുനീരൊലിപ്പിച്ച് യാസീനൂതി ദുആ ചെയ്യേണ്ട മക്കളാണത്. ഇരിക്കാത്ത കുട്ടി അങ്ങനെ വന്ന് നിൽക്കൂല. അപ്പൊ തീർച്ചയായും പാരന്റ്സിന് ഇൻവോൾവ്മെന്റ് ഇതിൽ വേണം, ഞങ്ങൾ ഡിമാൻഡ് ചെയ്യണം. അപ്പൊ ഈ ഒരു സാധനം, ഈ ഒരു കോഴ്സ്, ഈ ഒരു പദ്ധതി പിന്നെ ഞങ്ങൾ യൂട്യൂബിൽ ലൈവ് ഇടാൻ നിന്നതായിരുന്നു. കാരണം ഇതിൽ 100 ആളുകൾ നേരത്തെ അയച്ചിട്ടുണ്ട്. 100 ആളുകൾക്ക് ഇതില് അലൗഡ് ഉള്ളൂ. ഇതിന്റെ റെക്കോർഡ് ഞങ്ങൾ അവൈലബിൾ ആക്കുന്നുണ്ട്. അപ്പോ തീർച്ചയായും ഒരു ടീം വർക്കായി നിന്നിട്ട് നമുക്ക് മുന്നോട്ട് പോകണം ഇൻഷാ അല്ലാഹ്. ഞങ്ങൾ 100% ഇതിലേക്ക് ഡെഡിക്കേറ്റഡ് ആണ്. ഇബ്നു അബ്ബാസ് അക്കാഡമിയിൽ ഖുർആനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഖുർആനാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് നമാസ് മാസ്റ്ററി. ഖുർആൻ ഒരുപാട് കുട്ടികൾ പഠിച്ചു. 2000-ലേറെ ആളുകൾ ഖുർആനും അല്ലാത്ത കോഴ്സൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപാട് കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് 75 വയസ്സുള്ള പുരുഷന്മാരും സ്ത്രീകൾ 65 വയസ്സുള്ളവരുണ്ട്, പുരുഷന്മാർ 75 ഓലൊക്കെ കുട്ടികളാണ്. എല്ലാവരും കുട്ടികളാണ്. ബാച്ച് വൈസ്, ഏജ് വൈസ്, മെയിൽ ഫീമെയിൽ വൈസ് ഒക്കെ ബാച്ചുകളാണ്. ആ ക്ലാസ്സിലേക്ക് കയറുമ്പോഴൊക്കെ ഞങ്ങൾക്ക് വലിയ സന്തോഷം. ഞാൻ UAE-യിലാണ് ഉള്ളത്. ഇവിടെ 4:30 പുലർച്ചെ 4 മണിക്ക് എഴുന്നേറ്റ് 4:30 ക്ലാസ് ആരംഭിക്കും. നാട്ടിലെ 6 മണിന്റെ ബാച്ചാണ്. ഇവിടെ 4:30 ക്ലാസ്സസ് തുടങ്ങും. അഡൽട്ട് ആയിട്ടുള്ള ലേഡീസിന്റെ ആ ക്ലാസ് ഇങ്ങനെ തുടരും. ഉച്ചക്കും രാവിലെയും വൈകുന്നേരം ഒക്കെ ആയിട്ട് ഇങ്ങനെ ക്ലാസ്സുകളാണ്. അൽഹംദുലില്ലാഹ് ഒരു വലിയ ടീമായി കഴിഞ്ഞു. സന്തോഷമുണ്ട്, ചാരിതാർത്ഥ്യമുണ്ട്, പക്ഷേ വലിയ ഭയവുമുണ്ട്. അല്ലാഹു സ്വീകരിച്ചില്ലെങ്കിൽ ഇതെല്ലാം വെള്ളത്തിലാണ്. അതിന് നിങ്ങളുടെ ദുആ വേണം. കൂട്ടത്തിൽ പാരന്റ്സ് തഹജ്ജുദ് നിസ്കരിക്കുന്നവർ, ദുഹാ നിസ്കരിക്കുന്നവർ, റജബ് തുടങ്ങിയിട്ട് ഖത്മ് പൂർത്തിയാക്കി കഴിഞ്ഞവർ, അങ്ങനെ പല ആളുകളും ഉണ്ടാവും. തീർച്ചയായും ദുആ ചെയ്യാം. ഈ കോഴ്സ് വരുന്നത് എന്ന് പറഞ്ഞാൽ 45 മിനിറ്റ്സിലുള്ള 2 പീരീഡുകളാണ്. ഒരു ദിവസം 2 പീരീഡ് ഉണ്ടാവും. പക്ഷെ എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടാവില്ല. ഒരു ദിവസം ഇടവിട്ടിട്ടൊക്കെയാണ് ക്ലാസ് ഉണ്ടാവുക. കോഴ്സ് തുടങ്ങി 20 ദിവസത്തെ 40 പീരീഡ് ക്ലാസ്സുകൾ അവസാനിക്കുമ്പോഴേക്കും ചിലപ്പോൾ 1.5 മാസമോ 2 മാസമോ ആയേക്കാം. പക്ഷെ നിങ്ങൾ അടച്ച ഫീ എന്ന് പറയുന്നത് 1 മാസം ഫീ അല്ല, ഫുൾ കോഴ്സിന്റെ ഫീ ആണ്. അഡ്മിഷൻ ഫീ എക്സ്ട്രാ നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു ഫീ ഇല്ല.
അപ്പൊ ഫുൾ കോഴ്സിന്റെ ഫീ ആണ് ഇപ്പൊ നിങ്ങൾ അടച്ചത്. അത് ന്യൂ ഇയർ ബാച്ച് ആയതുകൊണ്ടാണ് ഇങ്ങനെ. കഴിഞ്ഞ ബാച്ചിന് ഇതിനേക്കാളും കുറവായിരുന്നു. ന്യൂ ഇയർ ബാച്ചിന് കുറച്ചും കൂടി കുറച്ചു. ഇനി അടുത്ത ബാച്ച് മുതൽ സാധാരണ ഫീയിലേക്ക് മടങ്ങുകയാണ്. കാരണം ഞങ്ങൾ ട്രെയിനേഴ്സ്, മെന്റേഴ്സ്, അങ്ങനെ വലിയൊരു ടീമിന് സാലറി കൊടുക്കേണ്ടതാണ്. വലിയ ചെലവുകളുള്ള പദ്ധതിയാണ്. ഫുൾ ഇൻവോൾവ്മെന്റ് ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കൊടുത്തു വിടാൻ പറ്റൂല ട്രെയിനേഴ്സിന്. അപ്പൊ തീർച്ചയായും ഒരു മുന്നേറ്റമാണ്. നിസ്കാരം പഠിച്ചവരും ഖുർആൻ പഠിച്ചവരും ആത്മീയത പഠിച്ചവരും ദീനിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിച്ചവരുമായ 10,000-കണക്കിന് ആളുകൾ ഇൻഷാ അല്ലാഹ് അക്രോസ് ദി ഗ്ലോബ്, ലോക രാജ്യങ്ങളിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഇബ്നു അബ്ബാസ് അക്കാഡമി പ്രാർത്ഥനയാൽ നിങ്ങൾ ഞങ്ങളെ ചേർത്ത് പിടിക്കണം എന്ന അഗൈതവമായ കൃതജ്ഞതയോടെയുള്ള അപേക്ഷയാണ് നിങ്ങളുടെ മുന്നിൽ വെക്കാനുള്ളത്. ഇൻഷാ അല്ലാഹു വബില്ലാഹി തൗഫീഖ്. ഓൾറെഡി അഡ്മിഷൻ എടുത്ത കുട്ടികൾ, അതുപോലെ തന്നെ ഇനി അഡ്മിഷൻ എടുക്കാൻ പോകുന്ന കുട്ടികൾ, ഇപ്പൊ ഈ ക്ലാസ് ഈ സെഷൻ കഴിഞ്ഞ ഉടനെ അഡ്മിഷനിലേക്ക് കടക്കുന്ന കുട്ടികൾ, അങ്ങനെ ഉള്ള കുട്ടികൾക്ക് എല്ലാവർക്കും ബിസ്മി ചൊല്ലി നമ്മൾ ക്ലാസ് ആരംഭിക്കുകയാണ്. ഈ സെഷന് ശേഷമാണ് നമ്മൾ ബാച്ച് വൈസ് തിരിച്ച് ട്രെയിനേഴ്സിനെ ഏൽപ്പിച്ച് സെഗ്രിഗേറ്റ് ചെയ്തിട്ട് ട്രെയിനേഴ്സിന്റെ ക്ലാസ്സുകൾ ഈ ക്ലാസ്സിന് ശേഷം എപ്പോഴാണ് എന്നതിനോട് പറയും. മിക്കവാറും ശനിയാഴ്ച നമ്മൾ ആരംഭിക്കും. അതിനു മുമ്പ് കുറെ പണികളുണ്ട്. ബാച്ച് തിരിക്കാനുണ്ട്, ട്രെയിനേഴ്സിനെ ഏൽപ്പിക്കാനുണ്ട്, പിന്നെ പേരും അഡ്രസ്സും ഒക്കെ എടുക്കാനുണ്ട്, അങ്ങനെ പലതുണ്ട്. അപ്പം പക്ഷെ ജോയിൻ ചെയ്ത കുട്ടികൾ, അതുപോലെ തന്നെ ഇപ്പൊ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളൊക്കെയും എന്ത് ചെയ്യാം, പിന്നെ വീഡിയോ ഓൺ ചെയ്യുക. വീഡിയോ ഓൺ ചെയ്തിട്ട് സ്റ്റാർട്ട് വീഡിയോ ഞാൻ കൊടുക്കുന്നുണ്ട്. കുട്ടികൾ മുതിർന്നവര് വീഡിയോയിൽ ഇരിക്കരുത് കേട്ടോ. കുട്ടികൾ വീഡിയോ ഓൺ ചെയ്യുക. ഇൻഷാ അല്ലാഹ് അഡൽറ്റിന് ക്ലാസ് ഉണ്ടോ എന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടുണ്ട്. തീർച്ചയായും ഉണ്ടാവും. ഇപ്പൊ തന്നെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ മെസ്സേജസ്. പിന്നെ കോർഡിനേറ്റേഴ്സ് പറഞ്ഞുകൊണ്ടുണ്ട്, ബുദ്ധിമുട്ടായിട്ടാണല്ലോ ചോദിക്കുന്നു ഞങ്ങൾക്കും വേണം എന്ന് പറഞ്ഞു. ഇൻഷാ അല്ലാഹ് തീർച്ചയായും അഡൽറ്റിനുള്ള നമാസ് മാസ്റ്ററി ഞങ്ങൾ ചെയ്യുകയാണ്. തീർച്ചയായും ഉണ്ടാകും. ഓൾറെഡി ജോയിൻ ചെയ്ത് അഡ്മിഷൻ ഒക്കെ എടുത്ത് ഓൾറെഡി ഗ്രൂപ്പുകളിലേക്ക് ആഡ് ചെയ്യപ്പെട്ട കുട്ടികൾ എല്ലാവരും തന്നെ വീഡിയോ ഓൺ ചെയ്യുക. ഇനി ഇപ്പം അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നവരും വീഡിയോ ഓൺ ചെയ്യുക. കാരണം ഇതാണ് നമ്മുടെ തുടക്കം. ഒരു തുടക്കം നഷ്ടപ്പെടരുത് കുട്ടികൾക്ക്. ഇൻഷാ അല്ലാഹ് വോയിസ് നിങ്ങൾക്ക് പിന്നെ ഞാൻ അനുവദിക്കുന്നില്ല, ഭയങ്കര ശബ്ദമായി പോകും. അപ്പൊ ഉസ്താദ് പറഞ്ഞു തരുന്നത് പോലെ പ്രിയപ്പെട്ട കുട്ടികൾ, ഇൻഷാ അല്ലാഹ് ഓരോരുത്തരെയും കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്. ഓരോ ഉപ്പയും ഉമ്മയും എത്ര പ്രതീക്ഷയോടുകൂടിയാണ് നിങ്ങളെ പോറ്റി വളർത്തുന്നത്. മാഷാ അല്ലാഹ്. അപ്പൊ അങ്ങനെ ഒരു നമാസ് മാസ്റ്ററിയിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നിരുത്തിയിരിക്കുകയാണ്. ഇതിലിപ്പം ഇന്ത്യയിൽ നിന്നുള്ള വീട്ടിലിരിക്കുന്ന കുട്ടികളുണ്ട്, UAE നിന്നിരിക്കുന്ന കുട്ടികളുണ്ട്, സൗദിയിൽ നിന്നിരിക്കുന്ന കുട്ടികളുണ്ട്, ഒമാൻ, ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ് ഇതൊക്കെ ഇരിക്കുന്ന കുട്ടികളുണ്ട്. ചെക്ക് റിപ്പബ്ലിക് എന്നുള്ള കുട്ടിയുണ്ട്, UK, അതുപോലെ തന്നെ ചൈന, ജർമ്മനി. എല്ലാവർക്കും അല്ലാഹു ബറക്കത്ത് ചൊരിയട്ടെ. ഓരോ പാരൻസും വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഓരോ മകനെയും മകളെയും ഇതിലേക്ക് ചേർത്തിയത്. ഇൻഷാ അല്ലാഹ് ഇതൊക്കെ ഇൻഷാ അല്ലാഹ് ഈ പറയുന്ന ഉസ്താദിന്റെയും നമ്മുടെ ടീമായിട്ടുള്ള ഓരോ ഉസ്താദന്മാരുണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, എല്ലാവരുടെയും മക്കളാണ്. നമ്മളെ ടീമായി ഇൻഷാ അല്ലാഹ് നമുക്കിനി മുന്നോട്ട് പോകണം. ഉഷാറാക്കൂലേ നിസ്കാരം? നമുക്ക് സുജൂദിൽ അള്ളാഹുവിനെ ആലോചിച്ചിട്ട് കരയണം, അല്ലെ? അള്ളാഹുവിനെ ആലോചിച്ചിട്ട് നമ്മളെ മുസല്ലയിലേക്ക് നമ്മുടെ കണ്ണിന്ന് കണ്ണുനീര് വീഴണം. അങ്ങനെ ഉറച്ച തീരുമാനം എടുത്ത കുട്ടികളൊക്കെ ഇങ്ങനെ തംസപ്പ് ഉയർത്തി, തംസപ്പ്. ഇൻഷാ അല്ലാഹ് നമുക്ക് സുജൂദിൽ നിന്ന് കരയണം അള്ളാഹുവിനെ ആലോചിച്ചിട്ട്. ഉറപ്പായിട്ടും ഞാൻ കരയും എന്നുള്ളവരിങ്ങനെ രണ്ട് കൈയും കാട്ടി, രണ്ട് കൈയും ഇൻഷാ അല്ലാഹ് ഉഷാറായി പഠിച്ചിട്ട് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് ഇൻഷാ അല്ലാഹ് ഇത് മതി. ദിസ് ഈസ് വാട്ട് വി ഹോപ്പ്, ദിസ് എനർജി. ഇൻഷാ അല്ലാഹ് വബില്ലാഹി തൗഫീഖ്. എന്തൊരു സന്തോഷാണ്
ഈ കുട്ടികളെ കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും കാണുന്നുണ്ടല്ലോ നമ്മളെ മക്കള്. എല്ലാവരും കൈ ഇങ്ങനെ ആക്കിയ ഇൻഷാ അല്ലാഹ് നമുക്ക് ഉഷാറാക്കണം. നിസ്കാരം എന്തെന്ന് നമുക്ക് പഠിക്കണം അല്ലേ? ഇൻഷാ അല്ലാഹ് ഉഷാറാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോ ഫീസ് എത്രയാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞു 150 AED ആണ്, 150 ദിർഹംസ് ആണ് ശരിക്കും ഇതിന്റെ കോഴ്സ്. ഈ ന്യൂ ഇയർ ബാച്ചിലേക്ക് 100 ദിർഹംസേ ഉള്ളൂ. അപ്പോ ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ വാട്സാപ്പ് നമ്പർ എടുത്തോളൂ. വാട്സാപ്പ് നമ്പർ എഴുതിയെടുത്തോളൂ, ഉസ്താദ് പറഞ്ഞുതരാം. വാട്സാപ്പ് നമ്പർ ഇല്ലാത്ത ആളുകൾ വാട്സാപ്പ് നമ്പർ എഴുതിയെടുത്തോളൂ. വാട്സാപ്പിലേക്ക് കോണ്ടാക്ട് ചെയ്ത് ഇന്നു തന്നെ അഡ്മിഷൻ എടുക്കേണ്ടി വരും. കാരണം നാളെ രാവിലെയോട് ഗ്രൂപ്പ് ഒക്കെ തിരിക്കും. ബാക്കി വിശദാംശങ്ങൾ AED ആണ് ഞാൻ പറഞ്ഞത്, UAE ദിർഹംസ് ആണ് ഞാൻ പറഞ്ഞത്. ബാക്കി വിശദാംശങ്ങളൊക്കെ നിങ്ങൾ വാട്സപ്പിൽ ചോദിക്കണം. എല്ലാം ലൈവിൽ പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോ വാട്സാപ്പ് നമ്പർ എടുത്തോളൂ. +971 +971 50 50 842 8438. ജസ്റ്റ് ചാറ്റ് ബോക്സിൽ എഴുതുന്നുണ്ട്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒരാൾ എഴുതിയാലും മതി. എഴുതാം. പ്ലസ് UAE നമ്പറാണ്, പ്ലസ് നിർബന്ധമാണ്. +971 50 842 8438. ഈ നമ്പറിൽ വാട്സപ്പിൽ ഇന്നു തന്നെ ബന്ധപ്പെട്ട് സീറ്റ് ഉണ്ടെങ്കിൽ, എനിക്ക് കൺഫർമേഷൻ പറയാൻ കഴിയില്ല, അത് കോർഡിനേറ്റേഴ്സും എക്സിക്യൂട്ടീവ്സും ആണ് പറയേണ്ടത്. സീറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും. സീറ്റ് ഇല്ലെങ്കിൽ എന്നെ ഒന്നും പറയരുത്, ഞാൻ പാവമാണ്. ഇൻഷാ അല്ലാഹ്. ഓക്കെ, അപ്പോ എല്ലാവരും റെഡിയല്ലേ? ആൺകുട്ടികളൊക്കെ തൊപ്പി കയ്യിലുള്ള കുട്ടികളൊക്കെ ഒന്ന് തൊപ്പിയിട്ടെ പെട്ടെന്ന്. തൊപ്പി കയ്യിലുണ്ടെങ്കിൽ അവിടെ അടുത്തുണ്ടെങ്കിൽ തൊപ്പിയിടും, ഇല്ലെങ്കിൽ പോട്ടെ. തൊപ്പി നമുക്ക് സംഘടിപ്പിക്കണം ക്ലാസ് തുടങ്ങുമ്പോഴേക്കും. തൊപ്പി ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തൊപ്പി എടുത്തിട്ട് ഒരു മിനിറ്റ് സമയം തരാം. നമ്മൾ തുടങ്ങാൻ പോവാണ്, ഇനാഗ്രേഷൻ ചെയ്യാൻ പോവാണ്. ഉസ്താദ് ചൊല്ലിത്തരുന്നത് പോലെ ഒച്ചത്തി ചൊല്ലണം കേട്ടോ. ഡിവൈസ് കയ്യിൽ വെക്കല്ല. ഡിവൈസ് ഒക്കെ കയ്യിൽ നിന്ന് ഒഴിവാക്കിയ, കൈ ഇങ്ങനെ ഫ്രീ ആക്കിയല്ല, ഡിവൈസ് തൊടല്ല. ഡിവൈസ് അവിടെ പ്ലേസ് ചെയ്യും. യു ഹാവ് ടു പ്ലേസ് യുവർ ഡിവൈസ്. ഇംഗ്ലീഷ് അവൈലബിൾ ആണോ എന്ന് ആരോ ചോദിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷിൽ ഹെൽപ്പ് ചെയ്യും, ഇംഗ്ലീഷും കൂടി അറിയുന്ന പിന്നെ ട്രെയിനേഴ്സ് ആണ് ഉള്ളത്. പിന്നെ കൂടുതലും മലയാളി കുട്ടികളായതുകൊണ്ട് മലയാളത്തിലായിരിക്കും മെയിൻ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുക. ഇംഗ്ലീഷും അവരെ ഹെൽപ്പ് ചെയ്യും. ഷാഫ് 3600 റുപ്പീസ് ഒന്നും അല്ല കേട്ടോ. അത് തെറ്റായ ഇൻഫർമേഷൻ ആണ്. പിന്നെ 100 ദിർഹംസ് ആണ്. 150ക്ക് 50 ഡിസ്കൗണ്ടഡ് 100 ദിർഹംസ്. അതുപോലെ ഡിസ്കൗണ്ട് ഇതിലും ഉണ്ടാവും. ഇന്ത്യൻ റുപ്പിയില്, ഇന്ത്യയിൽ നിന്നാണ്. പക്ഷെ ഇന്ത്യൻ റുപ്പിയിൽ അടച്ചാൽ ഇന്ത്യൻ ബാച്ചാ കിട്ടുള്ളൂ. GCC ടൈമിങ് വേറെ, ഇന്ത്യൻ ടൈമിങ് വേറെ ആയിരിക്കും, വ്യത്യാസം ഉണ്ടാവും. GCC ഉള്ളവര് കേൾക്കുമോ? കേൾക്കുന്നില്ലേ? ഓക്കെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين.
الصلاة والسلام على سيدنا وحبيبنا محمد صلى الله عليه وسلم وعلى آله وصحبه وسلم. റബ്ബി യസ്സിർ. എല്ലാരും പറയണേ, റബ്ബി യസ്സിർ വലാ തുഅസ്സിർ വലാ തുഅസ്സിർ. റബ്ബി സിദ്നി ഇൽമൻ വഹിൽമൻ وفهما وعقلا وأدبا وحفظا وإيمانا كاملا. ربي تمم بالخير والسعادة. وصلى الله على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. അപ്പൊ നമ്മൾ തുടങ്ങി. ഇനി ഉഷാറാക്കണം. സ്റ്റാർ റേറ്റിംഗ് ഉണ്ടാവും. നിങ്ങളുടെ ഓരോ ആക്ടിവിറ്റീസിനും റേറ്റിംഗ് ഉണ്ടാവും. ട്രെയിനേഴ്സ് റേറ്റിംഗ് തരും. അപ്പൊ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് കിട്ടിയ ആളുകൾക്ക് സർട്ടിഫിക്കറ്റിലും ആ രൂപത്തിൽ തന്നെ ഉണ്ടാവും. അപ്പൊ അതിലൊക്കെ ഫോക്കസ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് വബില്ലാഹി തൗഫീഖ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ സെഷൻ ഇവിടെ ക്ലോസ് ചെയ്യാണ്. ഇതിന്റെ റെക്കോർഡഡ് വേർഷൻ ഇൻഷാ അല്ലാഹ് അതിന്റെ ലിങ്ക് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോ ആരെങ്കിലും അന്വേഷിച്ചാൽ ഈ ഡെമോ ലിങ്ക് കൊടുത്താൽ മതി. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഈ ഇതില് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഇന്ന് തന്നെ അത് കൺഫേം ചെയ്തിട്ട് സീറ്റ് ഉറപ്പിക്കണം. പിന്നീട് നോക്കിയാൽ ഉണ്ടാവുകയില്ല. നാളെ ഗ്രൂപ്പുകളൊക്കെ സെഗ്രിഗേറ്റ് ചെയ്ത് മറ്റന്നാളെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇൻഷാ അല്ലാഹ് ബില്ലാഹി തൗഫീഖ്. നമുക്ക് സ്വലാത്ത് ചൊല്ലി പിരിയാം. അല്ലാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. നമ്മൾ പറഞ്ഞതും കേട്ടതും ഒക്കെ സ്വാലിഹായ അമലാക്കി തരട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട കുരുന്നുകൾ റബ്ബേ, അവരാരെയും ഈമാനും ഇസ്ലാമും തെറ്റുന്നവരാക്കി പരീക്ഷിക്കല റബ്ബേ. നിസ്കരിക്കാൻ അറിയുന്ന, ശുദ്ധമായ ഉച്ചാരണത്തോടെ ഖുർആൻ ഓതാൻ കഴിയുന്ന ഞങ്ങളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ടി നല്ല ഖിറാഅത്തുകൾ ഓതി സമ്മാനമായി ഖബറിലേക്ക് തരാൻ കഴിയുന്ന മക്കളാക്കി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. റബ്ബേ, ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് തീർച്ചയായും ഈ മക്കൾക്ക് ഏറെ ഗുണമാകുന്ന രൂപത്തിലേക്ക് നീ എത്തിക്കണേ റഹ്മാനെ. ഞങ്ങൾ പഠിപ്പിക്കുന്നവർക്കും പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും അവരുടെ പാരൻസിനും കുടുംബത്തിനും വലിയ ഉപകാരമുണ്ടാകുന്ന കൂട്ടായ്മകളാക്കി റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ വലിയ കഴിവൊന്നുമുള്ളവരല്ല, അതീവ ദുർബലരാണ്, ബലഹീനരാണ്. നീ തന്നത് വെച്ച് ഞങ്ങൾ അധ്വാനിക്കാൻ തയ്യാറാണ്.
ആ അധ്വാനങ്ങൾ വലിയ കഴിവുള്ളവർ ചെയ്യുന്നതിന്റെ ഫലത്തിലേക്ക് നീ എത്തിക്കണേ റഹ്മാനെ. വലിയ വിജ്ഞാനമുള്ളവർ ചെയ്യുന്നതിന്റെ ഫലത്തിലേക്ക് നീ എത്തിക്കണേ റഹ്മാനെ. വലിയ വലിയ നിന്റെ ഇഷ്ടപ്പെട്ട ആളുകൾ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ഞങ്ങളുടെ കഠിനാധ്വാനം കൊണ്ട് നീ ഞങ്ങളെ എത്തിക്കണേ അല്ലാഹ്. നിന്റെ റഹ്മത്ത് കൊണ്ട് നീ ഞങ്ങളെ എത്തിക്കണേ റഹ്മാനെ. ആ രൂപത്തിൽ നീ ഞങ്ങളെ കയ്യഞ്ഞ് സഹായിക്കണേ റഹ്മാനെ. ഞങ്ങളോ ഞങ്ങളുടെ മക്കളോ പരസ്പരം പരാജയപ്പെട്ടവരെ നോക്കുന്ന ഒരവസ്ഥയിൽ, കണ്ടുമുട്ടുന്ന ഒരവസ്ഥയിൽ നീ മഹ്ശറിൽ ഒത്തുകൂട്ടി തരല്ലേ അല്ലാഹ്. ഈ GCC-യിൽ മിഅ്റാജ് രാവാണ്. ഈ രാവിൽ ഞങ്ങൾ നിന്നോട് ഇരക്കുന്നു. ഞങ്ങളുടെ കൈ പിടിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ പ്രിയപ്പെട്ട പിഞ്ചോമനകളുടെ കൈ പിടിക്കണേ അല്ലാഹ്. പിഞ്ചോമനകളുടെ കൈ പിടിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നിനക്കും നിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും പൊരുത്തമുള്ളവരാക്കി ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും അതുപോലെ ഞങ്ങളുടെ മാതാപിതാക്കളെയും നീ ഉയർത്തണേ റബ്ബേ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ഉപകാരമുള്ള മക്കളാക്കി ഞങ്ങളെയും മാറ്റണേ അല്ലാഹ്. അവരിൽ മരണപ്പെട്ടു പോയവരുണ്ട്. അവരുടെ ഖബറിടത്തിലേക്ക് ഞങ്ങൾ ഇന്ന് ചൊല്ലിയ സ്വലാത്തും ഫാത്തിഹയും ഉപദേശങ്ങളും ഇൽമിയായ ചർച്ചകളുമെല്ലാം സമ്മാനപ്പൊതിയിൽ പൊതിഞ്ഞ് അവരെ സന്തോഷിപ്പിക്കാനായി ഖബറിൽ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. വല്യുമ്മ വല്യുപ്പ ഉസ്താദുമാർ കൂട്ടുകാർ അടങ്ങിയ പല ആളുകളും മരണപ്പെട്ടവരുണ്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ അയൽവാസി മരണപ്പെട്ടു. അവരടക്കം ഞങ്ങളുമായി ബന്ധപ്പെട്ട ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുമായി ബന്ധപ്പെട്ട ആരൊക്കെയുണ്ടോ സർവരെയും അവരുടെ ഖബറിലേക്ക് ഞങ്ങളുടെ ഇന്നത്തെ ഈ ജിത്മാഇന്റെ സമ്മാന പൊതി നീ എത്തിക്കണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്ന ഉമ്മ വാപ്പ ഉസ്താദുമാർ ബന്ധുമിത്രാദികൾ ഭാര്യ സന്താനങ്ങൾ എല്ലാവരെയും നീ കാത്തുകൊള്ളണേ അല്ലാഹ്. ആഫിയത്തും ത്വാഅത്തും കാമിലാക്കി നൽകി ദീർഘായുസ് നീട്ടിത്തരണേ റബ്ബേ. UAE-യിൽ കഴിഞ്ഞ ആഴ്ച 4 മക്കൾ ഒരുമിച്ചു നഷ്ടപ്പെട്ട മാതാപിതാക്കളുണ്ട്. ക്ഷമ കൊടുക്കണേ റബ്ബേ. ക്ഷമ കൊടുക്കണേ അല്ലാഹ്. അവരെ നീ ക്ഷമ കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. ഞങ്ങൾക്കും മക്കളുണ്ട്. പെട്ടെന്ന് ഞങ്ങളെ മക്കളെ തിരിച്ചു വിളിച്ച് ഞങ്ങളെ പരീക്ഷണത്തിന്റെ മുൾമുനയിൽ നിർത്തല്ല റബ്ബേ. നീ സംരക്ഷിക്കണേ റഹ്മാനെ. ഞങ്ങളെ പ്രിയപ്പെട്ട മക്കൾ പിരിഞ്ഞു പോകുന്ന ഒരു രംഗം പോലും ഞങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയില്ല റബ്ബേ. ഞങ്ങൾ ഇബ്നു അബ്ബാസ് അക്കാഡമിയിൽ പഠിച്ച ഒരു കുട്ടി ചെറുപ്പത്തിൽ തന്നെ നിന്നിലേക്ക് തിരിച്ചു വരുന്ന ഒരു അവസ്ഥ ഞങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയില്ല റബ്ബേ. ഇവരൊക്കെ പ്രതീക്ഷയാണ് ഞങ്ങളുടെ റബ്ബേ. ഒരാളെയും ഈ ദീർഘായുസ് കൊടുക്കാതെ തിരിച്ചു വിളിക്കല്ലേ അല്ലാഹ്. അങ്ങനെ ഖളാ ഉണ്ടെങ്കിൽ ഇന്നത്തെ ഈ മജ്ലിസിന്റെ ബറക്കാത്തുകൾ മുന്നിൽ വെച്ച് ഞങ്ങൾ ഇരിക്കുന്നു. ഞങ്ങളുടെ മക്കൾക്ക് നീ ദീർഘായുസ് നൽകണേ അല്ലാഹ്. അപകടങ്ങളിൽ പെടുത്തല്ലേ അല്ലാഹ്. ആക്സിഡന്റുകളിൽ പെടുത്തല്ലേ അല്ലാഹ്. അപചയങ്ങളിൽ പെടുത്തല്ലേ അല്ലാഹ്. പിഴവുകളിൽ പെടുത്തല്ലേ അല്ലാഹ്. ഞങ്ങളെ മക്കളാൽ ഞങ്ങൾ അപമാനപ്പെടുന്ന ഒരവസ്ഥ നീ വരുത്തല്ലേ അല്ലാഹ്. ഞങ്ങളാൽ ഞങ്ങളെ മക്കളെയും ഒരിക്കലും നീ അപമാനിതരാക്കല്ലേ അല്ലാഹ്. അങ്ങോട്ടും ഇങ്ങോട്ടും അഭിമാനം നൽകുന്ന മക്കളും മാതാപിതാക്കളും ആക്കണേ റബ്ബേ. ഉസ്താദുമാരും ശിഷ്യഗണങ്ങളുമാക്കണേ റബ്ബേ. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈക്കൽ മസീർ. പ്രതീക്ഷയോടെ വന്ന ഈ മക്കളെ നീ നല്ല നിസ്കാരക്കാരാക്കണേ അല്ലാഹ്. സുജൂദിൽ കണ്ണു നിറഞ്ഞു തുളുമ്പി മുസല്ലയിൽ കണ്ണുനീരിറ്റി വീഴുന്ന ഏറ്റവും നല്ല ഖൈറുൽ മുസല്ലീങ്ങളിൽ പെടുത്തണേ റബ്ബേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار واغفر لنا ولكل من تعلق بنا ولكافة المسلمين وارحمنا وإياهم برحمتك يا أرحم الراحمين بفضله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه. السلام عليكم ورحمة الله وبركاته.